നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഗൾഫ് രാജ്യങ്ങളിൽ നാളെ ബലിപ്പെരുന്നാൾ. അറഫ സംഗമത്തിനെത്തിയത് 18 ലക്ഷം വിശ്വാസികൾ. സംസ്ഥാനത്ത് ബലിപ്പെരുന്നാൾ മറ്റന്നാൾ. നാളെ പ്രൊഫഷണൽ കോളേജുകൾ അടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി. സർക്കാർ സ്ഥാപനങ്ങൾക്ക് നാളെ പ്രവൃത്തി ദിവസം. മറ്റന്നാൾ പൊതു അവധി. നിലമ്പൂരിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. മത്സരരംഗത്ത് 10 സ്ഥാനാർത്ഥികൾ. അൻവറിന്റെ അപരന്റെ അടക്കം 4 പേർ പത്രിക പിൻവലിച്ചു. PV അൻവറിന് ചിഹ്നം കത്രിക. മത്സരരംഗത്ത് സജീവമാകുമെന്ന് അൻവർ. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം ആയുധമാക്കി UDF. ക്ഷേമ പെൻഷൻ കൈക്കൂലി എന്ന KC വേണുഗോപാലിന്റെ വാക്കുകളെ വിമർശിച്ച് CPM രംഗത്ത്. രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷം ബഹിഷ്കരിച്ച് കൃഷിമന്ത്രി P. പ്രസാദ്. വേദിയിൽ RSS പരിപാടിയിലെ ഭാരതമാതാവിന്റെ ചിത്രമെന്ന ആരോപണം. ചിത്രം നീക്കണമെന്ന ആവശ്യം രാജ്ഭവൻ തള്ളി. മന്ത്രിമാർ പങ്കെടുക്കാത്തതിൽ ഗവർണർക്ക് പ്രതിഷേധം. ഗവർണറെ ഉപയോഗിച്ച് കാവ്യവൽക്കരണത്തിന്റെ അജണ്ട RSS നടപ്പിലാക്കുന്നുവെന്ന് MV ഗോവിന്ദൻ. ബംഗളൂരു ദുരന്തത്തിൽ സ്വമേധയാ കേസെടുത്ത് കർണാടക ഹൈക്കോടതി. സൗജന്യ പ്രവേശനം എന്ന അറിയിപ്പ് ദുരന്തത്തിന് കാരണമായെന്ന് സർക്കാർ വിശദീകരണം. റാലി സംഘടിപ്പിച്ചത് പോലീസ് അനുമതി ഇല്ലാതെയെന്ന് റിപ്പോർട്ട്. കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും RCBക്കും ആഘോഷ പരിപാടി നടത്തിയ സംഘാടകർക്കും നോട്ടീസ് നൽകും. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഇനി കശ്മീരിൽ. കശ്മീർ കത്ര ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചിനാബ് പാലവും മോദി നാടിന് സമർപ്പിക്കും. വിശുദ്ധ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ അറഫ സംഗമത്തിനു ശേഷം സൂര്യാസ്തമയത്തോടെ ഹാജിമാർ മുസദലിഫയിലേക്ക്. പിറന്നു വീഴുന്ന കുഞ്ഞിന്റെ ഹൃദയം കണക്കെ ശുദ്ധമായ മനസ്സുമായി ഹാജിമാർ ഇന്ന് രാത്രി മുസദലിഫയിൽ രാപ്പാർക്കും. നാളെ പുലർച്ചെ ഹാജിമാർ മിനായയിലേക്ക് പോകും. 150 രാജ്യങ്ങളിൽ നിന്നായി 18 ലക്ഷത്തോളം വരുന്ന തീർത്ഥാടകർ പ്രാർത്ഥന നിർഭരമായ മനസ്സുമായി അറഫ മൈതാനിയിൽ സമ്മേളിച്ചു. അറഫയിലെ നൃത്തമാണ് ഹജ്ജിന്റെ ആത്മാവ്. ഹാജിമാർ ജീവിതത്തിലെ പാപങ്ങളത്രയും കണ്ണീർ പൊഴിച്ച് പശ്ചാത്തപത്തോടെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥന നിരതരായി. പ്രവാചകൻ നടത്തിയ അറഫ പ്രസംഗം അനുസ്മരിച്ച് അറഫയിലെ നമീറ പള്ളിയിൽ മസ്ജിദ് ഹറം ഖതീബും ഇമാമുമായ ഷെയ്ഖ് ഡോക്ടർ സാലി ബിൻ അബ്ദുള്ള ബിൻ ഹുമൈദ് അറഫ പ്രഭാഷണം നിർവഹിക്കുകയും നമസ്കാരത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ ഓർക്കുവാനും എല്ലാ ഇടപാടുകളിലും നീതി, സത്യസന്ധത എന്നിവയുടെ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കാനും കരാറുകൾ പാലിക്കാനും ബന്ധങ്ങൾ നിലനിർത്താനും അദ്ദേഹം ഉപദേശിച്ചു. അറഫയിലെ ഇമാം നടത്തിയ പ്രഭാഷണം 34 ഭാഷകളിൽ തത്സമയം വഴിമാറ്റം ചെയ്തിരുന്നു. ഹാജിമാർ ഇന്ന് സൂര്യാസ്തമയത്തിന് ശേഷം അറഫയിൽ നിന്ന് മുസ്തലിഫയിലെത്തി അവിടെ രാപ്പാർക്കും. നാളെ പുലർച്ചയ്ക്ക് മിനായിൽ തിരിച്ചെത്തി കല്ലേറ് കർമ്മവും മറ്റു കർമ്മങ്ങളും നിർവഹിക്കും. നാളെയാണ് ഹാജിമാർക്ക് ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ ചെയ്യാനുള്ളത്. സുൽഫിഖ്റോദായി, അമൃത ന്യൂസ്, ജിദ്ദ. അറഫ ദിനത്തിൽ അറഫയിൽ പ്രവാചക ഖുതുബയെ അനുസ്മരിച്ച് നടന്ന ഇമാമിന്റെ അറഫ പ്രഭാഷണം 34 ലോക ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തു. ഇമാമിന്റെ അറഫ പ്രഭാഷണം തർജ്ജമ ചെയ്യുന്നതിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നവരിൽ ഒരാൾ മലയാളിയായ മലപ്പുറം ജില്ലയിലെ പുളിക്കൽ അരൂർ സ്വദേശി സജിൽ മുഹയുദ്ദീൻ അൽമക്കിയാണ്. മസ്ജിദുൽ ഹറമിലെ ലൈവ് ഖുതുബ പ്രൊജക്ടിൽ അസിസ്റ്റന്റ് പ്രൊജക്ട് കോർഡിനേറ്ററാണ് സജീൽ. ലോക രാജ്യങ്ങളിൽ നിന്ന് അംഗങ്ങളുള്ള ഈ പ്രൊജക്ടിലെ ഏക മലയാളി സാന്നിധ്യമാണ് സജീൽ. ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് ഷാർജയിൽ 3 ദിവസത്തേക്ക് സൗജന്യ പാർക്കിംഗ് അനുവദിച്ചു. വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ പാർക്കിംഗ് ഫീ നൽകേണ്ടതില്ല. എന്നാൽ എല്ലാ ദിവസവും പാർക്കിംഗ് ഫീ ഈടാക്കുന്ന ബ്ലൂ പാർക്കിംഗ് സോണുകളിൽ സൗജന്യം ഉണ്ടായിരിക്കില്ല. ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് UAEയിൽ 4 ദിവസത്തെ പൊതു അവധിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വ്യാഴാഴ്ച ആരംഭിക്കുന്ന അവധി ഞായറാഴ്ച വരെ നീണ്ടു നിൽക്കും.
വിശുദ്ധ ഹജ്ജ് തീർത്ഥാടനത്തിനെത്തിയ വിശ്വാസികൾക്ക് ആരാധനയ്ക്കും വിശ്രമത്തിനും സഹായമാകുന്ന ഫോൾഡിംഗ് ചെയറുകൾ മിനയിലേക്ക് എത്തിച്ച് നൽകി. ജിദ്ദ ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി മാതൃകയായി OICC സൗദി ഹജ്ജ് സെല്ലിന് വേണ്ടി നാഷണൽ കമ്മിറ്റി ട്രഷറർ യാസർ നായിഫ് പെരുവള്ളൂർ ഏറ്റുവാങ്ങി. ചടങ്ങിൽ OICC മലപ്പുറം ജില്ലാ കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റ് അസീസ് ലാക്കൽ, CM അഹമ്മദ്, ഉമർ മങ്കട, UM ഹുസൈൻ തുടങ്ങിയവർ വിതരണ പരിപാടിക്ക് നേതൃത്വം നൽകി. സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെയും അവധി പ്രഖ്യാപിച്ച് സർക്കാർ. എന്നാൽ സർക്കാർ ഓഫീസുകൾക്ക് നാളെ പ്രവൃത്തി ദിനമായിരിക്കും. ബക്രീദ് പ്രമാണിച്ചുള്ള അവധി ശനിയാഴ്ച മാത്രമാക്കിയ തീരുമാനത്തിനെതിരെ പ്രതിഷേധമുയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് തീരുമാനം. അതേസമയം നാളത്തെ അവധി എല്ലാവർക്കും വേണമെന്ന ആവശ്യവുമായി കോൺഗ്രസും മുസ്ലിം ലീഗും രംഗത്തുണ്ട്. നിലമ്പൂരിൽ മത്സരത്തിന് ഉറച്ച് PV അൻവർ. കത്രിക ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. PV അൻവറിന്റെ അപരൻ പത്രിക പിൻവലിച്ചു. 10 സ്ഥാനാർത്ഥികളാണ് നിലമ്പൂരിൽ മത്സരരംഗത്തുള്ളത്. പത്രിക പിൻവലിക്കാനുള്ള അവസാന നിമിഷം വരെ ആകാംക്ഷ നിലനിർത്തിക്കൊണ്ടായിരുന്നു PV അൻവർ മത്സര രംഗത്ത് ഉറച്ചു നിന്നത്. മത്സരത്തിൽ നിന്ന് പിന്മാറാൻ 2026 UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരമന്ത്രി സ്ഥാനമോ വനം വകുപ്പോ വേണമെന്ന ആവശ്യവും ഉയർന്നു. അവസാനം ഒരു പിണറായിയെ അധികാരത്തിൽ നിന്ന് ഇറക്കാൻ മുക്കാൽ പിണറായിയെ കയറ്റാൻ സാധിക്കില്ലെന്ന് VD സതീശനെതിരെ ആഞ്ഞടിച്ച് അൻവർ മത്സരത്തിൽ ഉറച്ചു. ഒരു വലിയ പിണറായിയെ മാറ്റുമ്പോ ഒരു മുക്കാ പിണറായിയെ സ്ഥാപിക്കാൻ ഞാൻ തയ്യാറല്ല. ഇവിടുത്തെ UDFന്റെ സ്റ്റേറ്റ് ചെയർമാൻ മുക്കാ പിണറായിയാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. UDFന്റെ ആ സ്ഥിതിയിൽ UDFനെ കൊണ്ടുപോയി നാളെ UDF അധികാരത്തിൽ വന്നിട്ട് ഇവരാണിത് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഈ അജിത് കുമാറും ഈ സുജിത് ദാസും ഒക്കെ തന്നെയാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ എന്തിനാണ് ഈ പോരാട്ടം? എന്തിനു വേണ്ടിയാണ് ഈ പോരാട്ടം? ഈ മലയോര കർഷകരോട് ഇതാണ് നിലപാടെങ്കിൽ എന്തിനു ഞാൻ ഈ നടത്തുന്ന ഈ പോരാട്ടം എന്തർത്ഥം? അവിടെയാണ് പ്രശ്നം. CPM കോൺഗ്രസ് നേതൃത്വം തന്നെ കത്രിക പൂട്ടിയെന്ന് പറഞ്ഞ അൻവറിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്രിക തന്നെ ചിഹ്നമായി അനുവദിച്ചു. നേരത്തെ 2 തവണ മത്സരിച്ചപ്പോഴും ലഭിച്ച ഓട്ടോറിക്ഷ ചിഹ്നത്തോടായിരുന്നു താല്പര്യമെങ്കിലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് അത് ചിഹ്നമായി അനുവദിച്ചതിനാൽ അൻവറിന് ലഭിച്ചില്ല. ചിഹ്നം ലഭിച്ചതോടെ ബോർഡുകളും പോസ്റ്ററുകളുമായി അണികളും സജീവമായി. അൻവറിന്റെ അപരനടക്കം 4 സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിച്ചതോടെ 10 പേരാണ് മത്സര രംഗത്തുള്ളത്. അമൃത ന്യൂസ്, മലപ്പുറം. തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞതോടെ നിലമ്പൂരിൽ പ്രചരണം ഊർജിതമാക്കി മുന്നണികൾ. ഇടതു വലതു മുന്നണികളുടെ കൺവെൻഷനുകൾക്ക് പുറകെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കളത്തിലിറക്കി NDAയും. ഇന്ത്യ സഖ്യത്തിലെ പ്രബലത തെളിയിക്കാനാണ് നിലമ്പൂരിൽ എതിരാളികൾ മത്സരിക്കുന്നത് എന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കുവൈറ്റിൽ പരീക്ഷയിൽ കോപ്പി അടിക്കുന്നത് ഇനി മുതൽ ക്രിമിനൽ കുറ്റമായി കണക്കാക്കും. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഇത് സംബന്ധിച്ച നിയമ ഭേദഗതിക്ക് അംഗീകാരം നൽകിയത്. ഇതിനു പുറമെ പരീക്ഷയിൽ കോപ്പി അടിക്കുന്നതിന് സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് 2 മുതൽ 5 വർഷം വരെ തടവും 1000 ദിനാർ മുതൽ 5000 ദിനാർ വരെ പിഴയും വ്യവസ്ഥ ചെയ്യുന്ന പുതിയ നിയമ ഭേദഗതിക്കും മന്ത്രിസഭ അംഗീകാരം നൽകി. സർക്കാർ സ്വകാര്യ വിദ്യാലയങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും പുതിയ നിയമം ബാധകമായിരിക്കും. കുവൈറ്റിൽ താമസരേഖയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പരാതികളും അറിയിക്കുന്നതിന് ആഭ്യന്തര മന്ത്രാലയം പുതിയ ഫോൺ നമ്പറുകൾ പുറത്തിറക്കി. വാട്സപ്പ് വഴിയും പുതുതായി വികസിപ്പിച്ച ലാൻഡ് ലൈനുകൾ വഴിയും 24 മണിക്കൂർ നേരവും പൊതുജനങ്ങൾക്ക് പ്രശ്നങ്ങളും പരാതികളും അറിയിക്കാൻ ഈ സംവിധാനം വഴി സാധിക്കും. 97288211 9722882000 എന്നീ വാട്സപ്പ് കോൾ അല്ലെങ്കിൽ വാട്സപ്പ് സന്ദേശം വഴിയും 25582960 25582961 എന്നീ നമ്പറുകളിൽ നേരിട്ട് വിളിക്കുവാനും സാധിക്കും. കുവൈറ്റിൽ വിലക്കുറവും ഗുണമേന്മയും സമന്വയിപ്പിച്ച് ഉപഭോക്താക്കൾക്ക് പുതിയ ഷോപ്പിംഗ് അനുഭവമായി ലോഡ് ദി വാല്യൂ ഷോപ്പിന് ഫഹാഹിലിലെ ലുലു സെന്ററിൽ തുടക്കം. ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ MA അഷ്റഫ് അലി ഉദ്ഘാടനം നിർവഹിച്ചു.
മുജീബ് റഹ്മാൻ, മുഹമ്മദ് ഹാരിസ്, ശ്രീജിത്ത് എന്നീ മുതിർന്ന മാനേജ്മെന്റ് അംഗങ്ങളും വിശിഷ്ട അതിഥികളും പങ്കെടുത്തു. ഫഫ ഹലീൽ ലുലു സെന്ററിൽ 2500 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഷോപ്പിൽ 2 ദിനാറിൽ താഴെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, കളിപ്പാട്ടങ്ങൾ, ബാഗുകൾ, സ്റ്റേഷനറി, ആഭരണങ്ങൾ, വീട്ടുപകരണങ്ങൾ, യാത്രാ ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന വിഭാഗങ്ങളുടെ കലവറയാണ് ലോട്ട്. കുവൈറ്റിന്റെ ആകാശത്ത് ഈ മാസം 11-ന് സ്ട്രോബെറി മൂൺ ദൃശ്യമാകും. സ്ട്രോബെറി നിറത്തിൽ പൂർണ്ണചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്ന ജ്യോതിശാസ്ത്ര പ്രതിഭാസത്തിനാണ് ഈ ദിവസം രാജ്യം സാക്ഷ്യം വഹിക്കുക. ഇതിനു പുറമെ മറ്റ് നിരവധി ജ്യോതിശാസ്ത്ര പ്രതിഭാസങ്ങൾക്കും ജൂൺ മാസം സാക്ഷ്യം വഹിക്കുമെന്ന് രാജ്യത്തെ അൽ ഉജൈഡി സയന്റിഫിക് സെന്റർ അറിയിച്ചു. ജൂൺ 7-ന് ഭൂമിയുമായുള്ള ഭ്രമണപഥത്തിൽ ചന്ദ്രൻ ഏറ്റവും വിദൂര സ്ഥാനത്തിലാകും സഞ്ചരിക്കുക. ഇതിനാൽ കുവൈറ്റിന്റെ ആകാശത്തിൽ ചന്ദ്രന്റെ വലിപ്പം ഏറ്റവും ചെറിയ രൂപത്തിലാണ് കാണാൻ കഴിയുക. ജൂൺ 19-ന് ചന്ദ്രനും ശനിയും തമ്മിലുള്ള അടുത്ത സംഗമത്തിനും സാക്ഷ്യം വഹിക്കുമെന്നും കേന്ദ്ര പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. GCC രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള ഏകീകൃത ടൂറിസ്റ്റ് വിസ ഈ വർഷം അവസാനത്തോടെ പ്രാബല്യത്തിൽ വരുമെന്ന് സൂചന. UAE, സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ രാജ്യങ്ങളുടെ ആഭ്യന്തര മന്ത്രാലയങ്ങളുടെ സാങ്കേതിക നടപടികൾ പൂർത്തിയായാൽ ഈ വർഷം അവസാനം മുതൽ 6 GCC രാജ്യങ്ങൾ ഒറ്റ ടൂറിസ്റ്റ് വിസയിൽ സന്ദർശിക്കാൻ സാധിക്കും. കുവൈറ്റിൽ നടന്ന GCC വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നു. ഷെങ്കൻ വിസ മാതൃകയിലുള്ള GCC ടൂറിസ്റ്റ് വിസ അനുവദിക്കുന്നതിലൂടെ ഗൾഫ് രാജ്യങ്ങളിലെ വിനോദസഞ്ചാര മേഖലകൾ കൂടുതൽ സജീവമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബംഗളൂരു ദുരന്തത്തിൽ സ്വമേധയാ കേസെടുത്ത് കർണാടക ഹൈക്കോടതി. സൗജന്യ പ്രവേശനം എന്ന അറിയിപ്പ് ദുരന്തത്തിന് കാരണമായെന്ന് സർക്കാർ വിശദീകരണം. റാലി സംഘടിപ്പിച്ചത് പോലീസ് അനുമതി ഇല്ലാതെ എന്ന് റിപ്പോർട്ട്. കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും RCBക്കും ആഘോഷ പരിപാടി നടത്തിയ സംഘാടകർക്കും നോട്ടീസ് നൽകും. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലത്തിലൂടെ ഇനി കശ്മീരിലെത്താം. കശ്മീർ കത്ര ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചിനാബ് പാലവും മോദി നാടിന് സമർപ്പിക്കും. നൂറ്റാണ്ടിന്റെ വിസ്മയമായ ശിവാലിക് താഴ്വരയിലെ കഠിന വഴികളിലൂടെ തീവണ്ടിപ്പാത നിർമ്മിക്കാൻ 1 നൂറ്റാണ്ട് മുൻപ് കശ്മീരിലെ രാജാക്കന്മാർ കണ്ട സ്വപ്നമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. കശ്മീരിലെ സങ്കൽദാനിൽ നിന്ന് റിയാസി ജില്ലയിലെ കത്രയിലേക്കാണ് റെയിൽപാത. വന്ദേ ഭാരതാണ് ആദ്യം ഓടുക. ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് പാലം എന്ന വിശേഷണമുള്ള ചെനാബ് പാലത്തിലൂടെയാണ് പാത. ചെനാബ് പാലത്തിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ജമ്മു കശ്മീരിലെ ഉധംപൂർ, ശ്രീനഗർ, ബരാമുള്ള റെയിൽവേ ലിങ്ക് പദ്ധതിയുടെ ഭാഗമാണ് ചെനാബ് പാലം. കത്രയിലേക്കുള്ള പാതയിലാണ് ഈ പാലം. വൈഷ്ണവോ ദേവി ക്ഷേത്രം ഉൾപ്പെടുന്ന കത്ര പ്രദേശത്തേക്ക് ദിവസവും ഒട്ടേറെ ഭക്തരാണ് എത്തുന്നത്. ഇതുവരെ കാൽനടയായോ ബോട്ട് മാർഗമോ എത്തിയിരുന്നിടത്താണ് ഇനി ട്രെയിൻ എത്തുക. 272 കിലോമീറ്റർ ദൈർഘ്യത്തിൽ 38 തുരങ്കങ്ങളും 927 പാലങ്ങളുമുള്ള കശ്മീർ റെയിൽവേ പദ്ധതിയുടെ ഭാഗമാണ് ഈ പാത. ആധുനിക കാലത്തെ നിർമ്മാണ അത്ഭുതങ്ങളിലൊന്നായാണ് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളുമായി കശ്മീർ താഴ്വരയെ ആദ്യമായി ബന്ധിപ്പിക്കുന്ന പാലമെന്ന സവിശേഷതയും ചെനാബ് പാലത്തിനുണ്ട്. 1892 മാർച്ച് 1-ന് മഹാരാജ് പ്രതാപ് സിംഗ് ആണ് ജമ്മു ശ്രീനഗർ റെയിൽപാലത്തിന് ആദ്യമായി തറക്കല്ലിട്ടത്. പിന്നീട് 1898-ൽ മഹാരാജ രൺബീർ സിംഗ് ജമ്മു ശ്രീനഗർ റെയിലിന് വീണ്ടും തറക്കല്ലിട്ടു. ഇതോടെ കശ്മീർ താഴ്വരയിലേക്ക് ഒരു റെയിൽപാലം എന്ന ആശയം ആദ്യമായി ഉയർന്നുവന്നു. 2002-ൽ കേന്ദ്ര സർക്കാർ ഈ റെയിൽപാത ഒരു ദേശീയ പദ്ധതിയായി പ്രഖ്യാപിച്ചു. 2024-ൽ പദ്ധതി പൂർത്തീകരിക്കുകയും കഴിഞ്ഞ വർഷം വന്ദേ ഭാരത് ആദ്യ ട്രെയിൻ റൺ വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് അമൃത TV. രാജ്ഭവനിലെ ചിത്രത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദം. പരിസ്ഥിതി ദിനാഘോഷ പരിപാടി ബഹിഷ്കരിച്ച് കൃഷിമന്ത്രി P. പ്രസാദ്. വേദിയിലുള്ള ഭാരതാംബയുടെ ചിത്രം RSS ചിത്രമെന്ന ആരോപണം. ചിത്രം മാറ്റണമെന്ന് കൃഷിവകുപ്പ് ആവശ്യപ്പെട്ടെങ്കിലും ഗവർണർ വിസമ്മതിച്ചു. സർക്കാർ പരിപാടിയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നം പാടില്ല എന്നും ഭരണഘടനാ പദവിയിലിരുന്നു കൊണ്ട് ഗവർണർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തരുത് എന്നും കൃഷിമന്ത്രി വിമർശിച്ചു. എന്നാൽ രാജ്ഭവനിലെ പ്രോട്ടോകോൾ തീരുമാനിക്കേണ്ടത് ഒരു മന്ത്രിയല്ല എന്നും എങ്ങനെ പരിപാടി നടത്തണമെന്ന് തീരുമാനിക്കുന്നത് ഗവർണറാണെന്നും നിലപാട് വ്യക്തമാക്കി രാജ്ഭവൻ രംഗത്ത് വന്നു. പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാജ്ഭവനിൽ ഗവർണറും കൃഷിമന്ത്രി P. പ്രസാദും ചേർന്ന് നിർവഹിക്കാനായിരുന്നു നിശ്ചയിച്ചിരുന്നത്. എന്നാൽ വേദിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഭാരതാംബയുടെ ചിത്രം RSSന്റെ ചിത്രമാണെന്ന് ആരോപിച്ച് അത് മാറ്റാനായി കൃഷിവകുപ്പ് ആവശ്യപ്പെട്ടു.
സർക്കാർ പരിപാടിയിൽ ഏതെങ്കിലും സംഘടനയുടെയോ സമുദായത്തിന്റെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ ചിഹ്നമോ ചിത്രമോ പ്രദർശിപ്പിക്കാൻ പാടുള്ളതല്ല എന്ന് കൃഷിവകുപ്പ് ചൂണ്ടിക്കാട്ടിയെങ്കിലും ഗവർണർ വിസമ്മതിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ച കൃഷിമന്ത്രി അത് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ മാറ്റുകയായിരുന്നു. തുടർന്ന് പരിസ്ഥിതി ദിനാഘോഷം രാജ്ഭവനിൽ ഗവർണറും സെക്രട്ടേറിയറ്റിൽ കൃഷിമന്ത്രിയും രണ്ടിടങ്ങളിലായി നടത്തി. രാജ്ഭവൻ എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നും അവിടെ നടത്താൻ നിശ്ചയിച്ചിരുന്നത് സർക്കാർ പരിപാടിയാണെന്ന് ഓർക്കണമെന്നും ഗവർണറുടെ നടപടിയെ വിമർശിച്ച് കൃഷിമന്ത്രി രംഗത്ത് വന്നു. അവിടെ ഉപയോഗിക്കാൻ വെച്ച ചിത്രം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാരത് മാതാവിൻ്റെ ചിത്രമല്ല. ഗവർണറുടെ ഓഫീസ് തന്നെ അയച്ചു തന്ന ചിത്രം എന്ന് പറയുന്നത് RSS ഉപയോഗിക്കുന്ന ചിത്രമാണ്. RSS ഉപയോഗിക്കുന്ന ചിത്രം എന്നത് ഒരു പ്രത്യേകമായൊരു പ്രസ്ഥാനം ഉപയോഗിക്കുന്ന ചിത്രം ഒരു ഭരണഘടനാപരമായ ഒരു പദവിയുള്ള ഒരിടത്ത് ഒരു സർക്കാരിൻ്റെ പരിപാടിയുടെ ഭാഗമാക്കുക എന്ന് പറയുന്നത് ഭരണഘടനാപരമായി ശരിയായ കാര്യമല്ലേ അല്ല. ഉദ്ഘാടന വേദിയിലെ ചിത്രത്തെ ചൊല്ലി വിവാദം ശക്തമായതോടെ നിലപാട് വ്യക്തമാക്കി രാജ്ഭവനും രംഗത്ത് വന്നു. രാജ്ഭവനിൽ എന്ത് സ്ഥാപിക്കണം, എങ്ങനെ പരിപാടി നടത്തണമെന്ന് തീരുമാനിക്കുന്നത് ഗവർണറാണ്. രാജ്ഭവനിലെ പ്രോട്ടോകോൾ തീരുമാനിക്കേണ്ടത് ഒരു മന്ത്രിയല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് രാജ്ഭവൻ. ദിവസങ്ങൾക്ക് മുമ്പ് ഓപ്പറേഷൻ സിന്ദൂറിൽ S ഗുരുമൂർത്തിയുടെ പ്രഭാഷണം രാജ്ഭവനിൽ സംഘടിപ്പിച്ചതിനെതിരെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ശക്തമായ വിമർശനം ഉയർത്തിയിരുന്നു. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിലുണ്ടായിരുന്ന പോരിനു ശേഷം ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര അർലേക്കറുമായി ഊഷ്മള ബന്ധം കാത്തുസൂക്ഷിക്കുമ്പോഴാണ് വീണ്ടും ചില വിള്ളലുകൾ ഉണ്ടാകുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാജ്ഭവനിലെ ഭാരതമാതാ വിഷയത്തിൽ കടുത്ത നിലപാടാണ് ഗവർണർ സ്വീകരിച്ചിരിക്കുന്നത്. ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിൽ നിന്ന് മാറ്റില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു. ഭാരതാംബ രാജ്യത്തിന്റെ അടയാളമാണ്. മന്ത്രിമാർ പരിപാടിയിൽ പങ്കെടുക്കാത്തതിലും ഗവർണർ പ്രതിഷേധം അറിയിച്ചു. In fact, for today's program, our agriculture minister was to be present himself. Earlier it was said for this program, education minister of our state was to be present himself, but he could not come. Then it was conveyed that agriculture minister will be here, but still he was not able to come here. I do not know what better issues we have better than environmental issues. This particular thought has to be spread in the society. I was told, let me be little bit frank with you, that the minister wanted that the Bharat Mata Chitra, the photo and that image to be removed from the dais. വിവാദത്തിൽ പ്രതികരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രംഗത്ത് വന്നു. സംഭവം അപകടകരമായ സൂചനയാണെന്നും ഇത് തെറ്റായ സമീപനമാണെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. കാവ്യവൽക്കരിക്കാൻ ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ നടത്തുകയാണ്. ഗവർണറെ ഉപയോഗിച്ച് കാവ്യവൽക്കരണത്തിന്റെ അജണ്ട RSS നടപ്പിലാക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഫോട്ടോ വെച്ച് ആ ഫോട്ടോന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തി എന്നിട്ട് വേണം പരിപാടി ആരംഭിക്കാനെന്ന നിലപാടാണ് അവിടെ സ്വീകരിക്കപ്പെട്ടത്. ആ ഫോട്ടോ ഏതാണ് എന്നുള്ളത് പരിശോധിക്കുമ്പോഴാണ് ഏത് ഫോട്ടോ ആര് പറഞ്ഞു എന്ത് ഭാരതാംബ, ഏത് ഭാരതാംബ? ഭാരതാംബ എന്ന് പറയുന്ന ഒരു ഔദ്യോഗിക ചിഹ്നോ ഔദ്യോഗിക രൂപമോ ഇല്ല. ഉണ്ടോ? ഇന്നതാണെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? അങ്ങനെയാണോ തീരുമാനിക്കണം? യഥാർത്ഥത്തിൽ എന്താ പറഞ്ഞാൽ കാവ്യവൽക്കരണമാണ് RSSന്റെ കൃത്യമായ അജണ്ട. സംസ്ഥാന സർക്കാരിന്റെ പരിസ്ഥിതി മിത്രം അവാർഡ് അമൃത വിശ്വവിദ്യാപീഠത്തിന്. എൻവയോൺമെന്റൽ കൺസർവേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിഭാഗത്തിൽ കാഴ്ചവെച്ച മികച്ച പ്രകടനം കണക്കിലെടുത്താണ് പുരസ്കാരം. ലോക പരിസ്ഥിതി ദിനത്തിൽ മുഖ്യമന്ത്രിയിൽ നിന്നും അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസ് ഡയറക്ടർ ബ്രഹ്മചാരി ദേവിദാസ ചൈതന്യ പുരസ്കാരം ഏറ്റുവാങ്ങി. സുസ്ഥിര മാലിന്യ സംസ്കരണ രീതികൾ, പരിസ്ഥിതി സൗഹൃദ ഗവേഷണങ്ങൾ, കമ്പോസ്റ്റിംഗ്, റീസൈക്ലിംഗ്, ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, സീറോ വേസ്റ്റ്, സൗഖ്യം, റീയൂസബിൾ പാഡ്സ് തുടങ്ങിയ സംരംഭങ്ങളിലൂടെ അമൃതപുരി ക്യാമ്പസ് നടത്തിയ പ്രവർത്തനങ്ങളാണ് പുരസ്കാരത്തിന് അർഹമാക്കിയത്. ലോക പരിസ്ഥിതി ദിനത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയിൽ നിന്നും അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസ് ഡയറക്ടർ ബ്രഹ്മചാരി ദേവിദാസ ചൈതന്യ, അമൃത സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ഡീൻ ഡോക്ടർ ബാലകൃഷ്ണൻ ശങ്കർ, അസോസിയേറ്റ് ഡീൻ ഡോക്ടർ SN ജ്യോതി, അമൃത സസ്റ്റൈനബിൾ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് സെന്റർ വിഭാഗം മേധാവി ബ്രഹ്മചാരി രാഗേഷ്,
വിഷ്ണു വിജയ്, എസ് നിതിൻ എന്നിവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. പരിസ്ഥിതി സൗഹാർദ്ദമായി പെരുമാറുക എന്നതാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടതെന്ന് അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസ് ഡയറക്ടർ ബ്രഹ്മചാരി ദേവിദാസ ചൈതന്യ പറഞ്ഞു. അമ്മ പറയാറുണ്ട്, പരിസ്ഥിതി നന്നാക്കാനായിട്ട് ആദ്യം വേണ്ടത് മനസ്ഥിതി നന്നാവലാണെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ടോക്കിലും പ്രധാനമായിട്ടും അവർ പറയുന്നുണ്ടായിരുന്നു ആറ്റിറ്റ്യൂഡ് എന്നുള്ള കാര്യം. അത് മനസ്ഥിതി തന്നെയാണ്. അപ്പോൾ വാസ്തവത്തിൽ ശരിക്കും ഇതിന് സമഗ്രമായിട്ടൊരു മാറ്റം വരണമെങ്കിൽ ഓരോരുത്തരുടെയും മനസ്ഥിതിയിൽ ഈ പരിസ്ഥിതിയോട് സൗഹൃദമായി പെരുമാറണം എന്നുള്ളത് എല്ലാവരുടെയും സംസ്കാരത്തിൻ്റെ ഭാഗമാവണം. അമ്മയുടെ അനുഗ്രഹത്തോടെ ക്യാമ്പസിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നടത്തിയ പ്രവർത്തനമാണ് അവാർഡിന് അർഹമാക്കിയതെന്ന് ബ്രഹ്മചാരി രാകേഷ് പറഞ്ഞു. വർഷങ്ങളായിട്ട് പ്ലാസ്റ്റിക്കിൽ നിന്നും വേസ്റ്റിൽ നിന്നും എങ്ങനെ വിവേകത്തോടെ നമുക്ക് ഓരോ പ്രൊഡക്ട്സ് ഉണ്ടാക്കാമെന്ന് അമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അമൃത യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്തെടുത്ത ഈ മൾട്ടി ലെയർ പ്ലാസ്റ്റിക്സ് വെച്ചിട്ട് ബാഗ്സ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ള വിവിധ പ്രോഡക്ട്സ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയതിൻ്റെ പേരിലാണ് ഇങ്ങനത്തെ ഒരു അവാർഡിന് അർഹമായത്. പരിസ്ഥിതി സംരക്ഷണ മേഖലയിലെ മികച്ച സംഭാവനകൾ നൽകുന്ന സ്ഥാപനങ്ങൾക്കായി കേരള സംസ്ഥാന സർക്കാരും പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റും ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് പരിസ്ഥിതി മിത്രം അവാർഡ്. 1,00,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. സംസ്ഥാന സർക്കാർ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റിന്റെയും യൂണിസെഫിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ പരിസ്ഥിതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി സാംബശിവറാവു IAS, പരിസ്ഥിതി വകുപ്പ് ഡയറക്ടർ സുനിൽ പമിടി IFS, കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സൺ S ശ്രീകല എന്നിവർ പങ്കെടുത്തു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി വൃത്തി 2025 ക്ലീൻ കേരള കോൺക്ലേവിലും ജില്ലാതല പരിപാടികളിലും പഞ്ചായത്ത് തല പരിപാടികളിലും അമൃത വിശ്വവിദ്യാപീഠം മികച്ച സ്ഥാപനമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അമൃത ഗ്ലോബൽ സ്കൂൾ ആലപ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്കൂളിലെ ആദ്യ ബാച്ചിന്റെ പ്രവേശനവും കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി നിർവഹിച്ചു. പ്രകൃതിയിലേക്ക് നോക്കി പഠിക്കാനാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അതാണ് അമൃത ഗ്ലോബൽ സ്കൂളും ലക്ഷ്യമിടുന്നത് എന്ന് സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണത്തിൽ പറഞ്ഞു. മാതാ അമൃതാനന്ദമയി മഠം ആരംഭിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ പ്രീമിയർ CBSE ഗ്ലോബൽ സ്കൂളാണ് ആലപ്പുഴയിലേത്. പുതിയ കാലത്തെ പഠനരീതികളെ കാലാതീതമായ മൂല്യങ്ങളുമായി സംയോജിപ്പിച്ച് വിദ്യാർത്ഥികളെ ആഗോളതലത്തിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ അമൃത ഗ്ലോബൽ സ്കൂൾ ആലപ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. മാതാ അമൃതാനന്ദമയി മഠം ആരംഭിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ പ്രീമിയർ CBSE ഗ്ലോബൽ സ്കൂളാണ് ആലപ്പുഴയിലേത്. സ്കൂളിലെ ആദ്യ ബാച്ചിന്റെ പ്രവേശനവും കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി നിർവഹിച്ചു. പ്രകൃതിയെ സ്നേഹിച്ച് നിഷ്കളങ്കത നഷ്ടപ്പെടാതെ വിദ്യാഭ്യാസ മൂല്യങ്ങൾ നേടാൻ കഴിയണമെന്നാണ് അമ്മ പറയുന്നത്. പ്രകൃതിയിലേക്ക് നോക്കി പഠിക്കാനാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അതാണ് അമൃത ഗ്ലോബൽ സ്കൂളും ലക്ഷ്യമിടുന്നതെന്ന് സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണത്തിൽ പറഞ്ഞു. പ്രകൃതിയെ സ്നേഹിക്കുന്ന കുരുന്നുകൾ ലോകത്തിന് നന്മ ചെയ്യുന്നവരായിട്ട് വളരും. അങ്ങനെ അറിവിൻ്റെ ലോകത്തിലും നിഷ്കളങ്കതയുടെ ലോകത്തിലും അത്ഭുതം സൃഷ്ടിക്കുവാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും. അവരുടെ വീടിനും നാടിനും ലോകത്തിന് മുഴുവനും നന്മ ചെയ്യുന്ന പുതിയ തലമുറ വളർന്നു വരുവാൻ അമ്മ ഇത്തരം ആധുനിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലൂടെ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. അതിന് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. കേരളത്തിൽ 29 CBSE വിദ്യാലയങ്ങളാണ് മാതാ അമൃതാനന്ദമയി മഠത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നത്. വിദഗ്ധരായ അധ്യാപകരുടെ ശിക്ഷണത്തിൽ ലോകോത്തര സൗകര്യങ്ങളോടെ അനുഭവാധിഷ്ഠിത പഠനമാണ് ആലപ്പുഴ ആറാട്ടുവഴിയിലെ 3.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് നിർമ്മിച്ച അമൃത ഗ്ലോബൽ സ്കൂൾ ലക്ഷ്യമിടുന്നത്. ഭാരത സംസ്കാരവും മൂല്യങ്ങളും പകർന്നു നൽകുന്നതോടൊപ്പം ആധുനിക സാങ്കേതിക വിദ്യയും അനുഭവ പരിചയവും വിദ്യാർത്ഥികൾക്ക് നൽകി പാഠ്യേതര വിഷയങ്ങളിലൂടെ മികവുറ്റ വിശ്വപൗരന്മാരെ രൂപപ്പെടുത്തിയെടുക്കുക എന്ന അമ്മയുടെ കാഴ്ചപ്പാടിലാണ് അമൃത ഗ്ലോബൽ സ്കൂൾ പ്രവർത്തിക്കുക. പുതിയ പഠന രീതികളെ കലാതീതമായ മൂല്യങ്ങളുമായി സംയോജിപ്പിച്ച് കുട്ടികളെ ആഗോളതലത്തിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അമൃത ഇത്തരത്തിലുള്ള അമൃത ഗ്ലോബൽ സ്കൂൾ എന്ന
പേരിൽ പുതിയ ഒരു ലെവൽ ഓഫ് സ്കൂൾ ആരംഭിക്കുന്നത്. അക്കാഡമിക മികവിനൊപ്പം ഇൻഡോർ ഔട്ട്ഡോർ കായിക വിനോദങ്ങൾക്കായുള്ള സൗകര്യങ്ങളും സ്കൂളിലുണ്ട്. വ്യക്തിഗത ശ്രദ്ധയ്ക്ക് പ്രാധാന്യം നൽകാൻ ഒരു ക്ലാസ്സിൽ 20 കുട്ടികൾക്ക് മാത്രമാണ് പ്രവേശനം. പ്രീ KG, LKG, UKG 1-ാം ക്ലാസ് വരെയാണ് ഈ വർഷം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. അടുത്ത വർഷം 5-ാം ക്ലാസ് വരെ ഉണ്ടാകും. ചടങ്ങിൽ അമൃത വിദ്യാലയങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ GS സജികുമാർ, അമൃത ഗ്ലോബൽ സ്കൂൾ പ്രിൻസിപ്പൽ KS സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴ നഗരത്തിൽ ആദ്യമായാണ് അത്യാധുനിക സൗകര്യങ്ങളുള്ള ഗ്ലോബൽ സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ. അമേരിക്ക വിലക്കിയ 12 രാജ്യങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങൾക്ക് ഫിഫ ലോകകപ്പിൽ പങ്കെടുക്കാം. കായിക താരങ്ങളെ യാത്രാ വിലക്കിൽ നിന്ന് ഒഴിവാക്കും. 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിനും വിലക്ക് ബാധകമല്ല. ഇതോടെ മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.